ആവണം. ആര് പറഞ്ഞു? സോളോ നല്ല ലുക്കല്ലേ? കൊച്ചു പിള്ളേരൊക്കെ സോളോയുടെ അടുത്ത് വന്ന് 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 ഇഷ്ടം കൂടി വരെയല്ലേ. ഒരു ഒരു കളർ ലുക്കില്ല, ഗ്ലാമറില്ല, എന്നിട്ട് ഞാൻ ലൈവിൽ വരുന്നില്ല. അതിനാണ് മറുപടി. എനിക്ക് മനസ്സിലായി അതാണെന്ന്. ആരാണ് പറഞ്ഞത് സോളോയ്ക്കില്ലെന്ന്? സോളോയ്ക്ക് എല്ലാ ഗ്ലാമറും ഉണ്ട്. ചാനൽ തുടങ്ങിയിട്ട് ആരോടും പറഞ്ഞില്ല, അടുത്ത മാസം തൊട്ട് നോക്കട്ടെ, ഓക്കെ ഓക്കെ അങ്ങനെയാണ്. ഞാനും അങ്ങനെ ആയിരുന്നു രതീഷ്. ഞാൻ ചാനൽ തുടങ്ങി എൻ്റെ വൈഫിന് പോലും അറിയില്ലായിരുന്നു. സോളോയ്ക്കൊക്കെ അറിയാൻ പോകും. സോളോ അന്നുണ്ടായിരുന്നു, അതിനോട് ഫ്രണ്ട്സിനെ അറിയാം. ഞാൻ ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞിട്ടാണ് വൈഫിൻ്റെ, ശരിക്കും പറഞ്ഞാൽ വൈഫിൻ്റെ ഈ ഫോണ് കംപ്ലൈൻ്റ് അല്ല, പുതിയ ഫോൺ വാങ്ങിയപ്പം ഈ ഫോൺ വച്ചിട്ട് പോയി. അപ്പം ഞാൻ ഇതിൻ്റെ പിന്നെ ഇതിൽ യൂട്യൂബ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു, വൈഫിന് ആ കമൻറ്റ് പോയി. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. ഞാനും ആരോടും പറയാതെ കുറേ കാലം വെച്ചിരുന്നു. അങ്ങനെ വച്ചിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചു എന്ന് വെച്ചാൽ നമ്മളെ ചാനൽ എന്താവുമെന്ന് പിടിക്കില്ല. ഒരു പിന്നെ അന്ന് അത്ര തുടക്കത്തിലല്ലേ, ഏതെങ്കിലും ഒരു ലെവലിൽ എത്തുമെന്നറിയില്ല. മോണിറ്റൈസൊക്കെ ആയതിന് ശേഷം പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ഔട്ടായിപ്പോയി. ഇപ്പോൾ ഏകദേശം ഉള്ളവരൊക്കെ അറിഞ്ഞു. എന്നെ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഇപ്പോഴും കളിയാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് അത്രയേ ഉള്ളൂ. സോളോ നമ്മളതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. ഞാനിതാണല്ലോ. അത് തീർച്ചയായിട്ടും സോളോ സൂപ്പറല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു. തീർച്ചയായിട്ടും സൂപ്പറാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കുഴപ്പമില്ല സോളോയ്ക്ക് പറയാൻ. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ സോളോ മനസ്സിലാണ്, അല്ലാതെ നമ്മുടെ ശരീരത്തിലും മുഖത്തിലും അല്ലേ ഇരിക്കുന്നത്. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയണം. അവരോട് എങ്ങനെ പെരുമാറണമെന്ന്, സംസാരിക്കണമെന്ന് ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മനസ്സിന് സൗന്ദര്യമുള്ളവർക്കേ അത് പറ്റുള്ളൂ. അതാണ് യഥാർത്ഥ സൗന്ദര്യം. അല്ലാതെ നമുക്ക് എന്തോന്ന് തലയിൽ 4 മുടിയില്ലെന്നോ, അല്ലെങ്കിൽ വയസ്സായി പോയെന്നോ, അല്ലെങ്കിൽ വലിയ ഗ്ലാമറില്ലെന്നോ പറഞ്ഞൊന്നും അതൊന്നും ഒരു മോശപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. അതൊന്നും അല്ല സൗന്ദര്യം. സൗന്ദര്യം അകത്താണ് ഇരിക്കുന്നത്, മനസ്സിനകത്ത്. ആ സൗന്ദര്യം ഉണ്ടായിരുന്നാൽ മതി നമുക്ക്. അല്ലാതെ പ്രത്യക്ഷ സൗന്ദര്യം നമുക്ക് കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. സോളോയ്ക്ക് സൗന്ദര്യം ഇല്ലെന്നല്ല, ആവശ്യത്തിന് ഉള്ള സൗന്ദര്യം സോളോയ്ക്കുണ്ട്. അതെ, അന്നൊരു ദിവസം ലൈവിൽ വന്ന അന്ന് അങ്ങനെ ഞാൻ കണ്ടു. പിറ്റേ ദിവസം ലൈവിൽ ഒന്നുമില്ല. അതിൽ 2 ദിവസം കഴിഞ്ഞ് ലൈവിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ഞാൻ ഇവിടെ എത്തി അല്ലേ. ഓക്കെ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല ആ കാര്യങ്ങളൊന്നും. പലരെയും നമ്മൾ ഫസ്റ്റിൽ വരുമ്പം ഇങ്ങനെ കുറച്ച് പരിചയപ്പെടും. ചിലരൊക്കെ എനിക്ക് നല്ല പരിചയപ്പെട്ട ആളുകൾ 2-3 ആളുകളുണ്ടായിരുന്നു. ഫസ്റ്റ് ആരുമില്ലാത്ത സമയത്ത് എൻ്റെ ഫസ്റ്റ് ലൈവിലൊക്കെ വന്ന 2-3 ആളുകൾ. പക്ഷെ അവർക്ക് നിന്നില്ല, അവർക്ക് പോയി. ഒരാൾ ചാനലിൽ തന്നെ മതിയാക്കി പോയി. നല്ല ഫ്രണ്ടായിരുന്നു. അതെ, അമിത്ചന്ദ്രൻ പറഞ്ഞു, സൗന്ദര്യം എന്നത് മനസ്സിനാണ്. നല്ലപോലെ പെരുമാറുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും അമൽ, അത് മാത്രമേ ഉള്ളൂ. നമുക്ക് വേണ്ടത് സൗന്ദര്യം മനസ്സിൽ തന്നെയാണ്. പിന്നെ മറ്റേ സൗന്ദര്യം, ബാഹ്യമായ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ദൈവം തരുന്നതാണ്. ബാഹ്യമായ എന്ന് വെച്ചാൽ അതിന് ശാശ്വതമായിട്ടുള്ളതല്ലല്ലോ, അത് ഒരു രൂപം മാത്രം. അപ്പം അത് നമുക്ക് തരുന്ന രൂപത്തിന് നമ്മൾ ആരെയും മുമ്പ് നമ്മൾ ഒളിച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിന് നല്ല സൗന്ദര്യമുള്ളവർക്കേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ, പെരുമാറാൻ പറ്റൂ. സോളോയെ പോലെയൊക്കെ ആളുകളോട് നല്ലതായിട്ട് പെരുമാറണമെങ്കിൽ അതിനൊരു പ്രത്യേക കഴിവ് വേണം. എന്തുകൊണ്ട് സോളോയുടെ അടുത്ത് ഇത്രയും ആളുകൾ വരുന്നു? സോളോ പറഞ്ഞ പോലെ എനിക്ക് ഗ്ലാമറില്ലാന്ന് പറയും. എന്തുകൊണ്ട്? സോളോയുടെ പെരുമാറ്റം, സോളോയുടെ സംസാരം, അതൊക്കെ അട്രാക്റ്റീവാണ്. അതുകൊണ്ടാണ് വരുന്നത്. മറ്റുള്ളവരെ സഹകരിക്കൽ, മറ്റുള്ളവരെ കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ വലിയ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊന്നും എല്ലാവർക്കും ഉണ്ടാവില്ല. ശരീരത്തിൽ കുറേ തടിയുണ്ടെന്നോ, അല്ലെങ്കിൽ കുറേ സൗന്ദര്യം ഉണ്ടെന്നോ, കുറച്ച് വെളുത്തിരിക്കുകയാണെന്നോ, അതൊന്നും പറഞ്ഞിട്ട് അതൊന്നും അല്ല ഇവിടെ വിഷയം. വിഷയം അതൊക്കെ മേലെയാണ്.
അതുകൊണ്ട്